ഇന്നു മുതൽ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന വഴികളെയും അവിടെ എസെൻഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂട്ടർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന വാക്ക് ഉത്ഭവിച്ചത്. കോൺസ്റ്റിറ്റ്യൂട്ടർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന വാക്ക് ഉത്ഭവിച്ചത്. ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന സംവിധാനം സംവദിക്കുന്ന അടിസ്ഥാന നിയമസംഹിതമാണ് ഭരണഘടന. ഭരണഘടനയെ ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നു. ഭരണഘടന പൗരന്മാർക്ക് മൗലിക അവകാശങ്ങളിൽ ഉറപ്പു നൽകുന്നു. ഭരണഘടനയെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും തരംതിരിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അടങ്ങിയിട്ടുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അത് അമേരിക്കയാണ്. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ആർക്കിടെക്ചർ ആരംഭിച്ച ജെയിംസ് മാഡിസൺ ആണ്. ഇത് നിലവിൽ വന്നത് 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789. അമേരിക്കൻ ഭരണഘടനയിൽ അടങ്ങിയിട്ടുള്ള ആർട്ടിക്കിളുടെ എണ്ണം 7 ആണ്. 7 ആർട്ടിക്കിളുകളാണ് അടങ്ങിയിട്ടുള്ളത്. അമേരിക്കൻ ഭരണഘടനയെ ആകെ 27 തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. 27 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ 10 ഭേദഗതികളെ മൊത്തമായും അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. അമേരിക്കൻ ഭരണഘടന ആകെ അടങ്ങിയിട്ടുള്ള 27 ഭേദഗതികളാണ് നടത്തിയിട്ടുള്ളത്. അതിലെ ആദ്യത്തെ 10 ഭേദഗതികളെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ എന്ന ആശയം ഉൾക്കൊള്ളിച്ചത് ബിൽ ഓഫ് റൈറ്റ്സിനെ അവലംബിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ അതുപോലെ തന്നെ എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന എന്ന രാജ്യം അമേരിക്കയാണ്. ലോകത്തിലെ അൺറിട്ടൺ ഭരണഘടനയിൽ പ്രധാന രാജ്യങ്ങൾ ബ്രിട്ടൻ ആൻഡ് ഇസ്രായേലാണ്. മദർ ഓഫ് പാർലമെൻറ്റ് അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം വേൾഡ് ഫസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഗ്രീസാണ്. പിന്നെ അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്, ദ ക്രാഡിൽ. അതുപോലെ തന്നെ വേൾഡ് ഓൾഡസ്റ്റ് മോഡേൺ ഡെമോക്രസി, ലോകത്തിലെ ഏറ്റവും പുരാതന ആധുനിക ജനാധിപത്യം അത് ബ്രിട്ടനാണ്. പിന്നെ അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് ഈസ് ദ ടെമ്പിൾ ഓഫ് ഓപ്പൺ ഡെമോക്രസി, പ്രത്യക്ഷ ജനാധിപത്യ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡാണ്. ലോകത്തിലെ ആദ്യ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ഒക്ടോബർ 15-നാണ്. ജൂൺ 15-നാണ്. 1215 ഒക്ടോബർ ജൂൺ 15-നാണ് സൈൻ മാഗ്ന കാർട്ട ദ വേൾഡ് ഫസ്റ്റ് ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ചത്. ബ്രിട്ടീഷ് കിങ് മാഗ്ന കാർട്ട ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവാണ് ജോൺ ടു. ബ്രിട്ടീഷ് കിങ് ഹൂ സൈൻഡ് ദ ജോൺ ടു. വേൾഡ് ഫസ്റ്റ് റിട്ടൺ ലോ കോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ആദ്യത്തെ റിട്ടൺ ലോ കോഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹമ്മുറാബിയാണ്. കോഡ് ഓഫ് ഹമ്മുറാബിയാണ് ലോകത്തിലെ ആദ്യത്തെ ലോ കോഡ്. ഹമ്മുറാബിയുടെ നിയമാവലി അല്ലെങ്കിൽ കോഡ് ഓഫ് ഹമ്മുറാബിയാണ്. പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന സിസ്റ്റം ഓഫ് പണിഷ്മെൻറ്റ് ഉള്ളത് ഹമ്മുറാബിയിലാണ്. ഹമ്മുറാബിയുടെ കോഡ് ഓഫ് ഹമ്മുറാബിയിലാണ്. പിന്നെ ഈ ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവ് അല്ലെങ്കിൽ ലോ പ്രൊവൈഡർ വെച്ചാൽ അത് മനുവാണ്. ലോകത്തിലെ ആദ്യത്തെ ലോ പ്രൊവൈഡർ അത് ഹമ്മുറാബിയാണ്. BR അംബേദ്കർ, ആൾസോ നോൺ ആസ് മോഡേൺ മനു. താങ്ക് യു ഫോർ